Hi friends, are you ready? Let's start a new journey with dreams. അല്ലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ എന്തായിരുന്നു? ഒരു ടൈമിന്റെ കൂടെയുള്ള ഒരു ജേണി ആയിരുന്നു അല്ലെ, കാലത്തിന്റെ കൂടെയും സമയത്തിന്റെയും കൂടെയുള്ള ഒരു ജേണി ആയിരുന്നെങ്കിൽ ഇനി ഈ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നടത്താൻ പോകുന്നത് ഡ്രീംസിന്റെ കൂടെയുള്ള ഒരു ജേണിയാണ് അല്ലെ. ആളുകൾക്ക് ഒരുപാട് ഡ്രീംസ്, പലർക്കും പലതരത്തിലുള്ള ഡ്രീംസുകളുണ്ട്, സ്വപ്നങ്ങളുണ്ട് അല്ലെ, ഒരുപാട് എയിമുകൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ. പല ആളുകളും അതിന്റെ കൂടെ യാത്ര ചെയ്ത് അത് നേടിയെടുക്കും. ചില ആളുകൾക്ക് സ്വന്തമായിട്ടാവില്ല സ്വപ്നം, ഒന്നിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും, മൊത്തത്തിലായിരിക്കും അവരുടെ സ്വപ്നം. അവരുടേത് മാത്രമല്ല മറ്റുള്ളവരതും കൂടെ കൂട്ടിയിട്ടാണ് അവർ സ്വപ്നങ്ങൾ കാണാം. അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടിയെടുക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ സ്വന്തം മേഖലകൾ ഏതാന്ന് അറിഞ്ഞ് ആ സ്വപ്നത്തിന് പിന്നാലെ പോയി അത് നേടിയെടുക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ ഒരു ഡ്രീം ജേണിയാണ് ഒരു സെക്കൻഡ് യൂണിറ്റിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്, വിൻസ് ഓഫ് ചേഞ്ച്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ചെറിയ കോട്ടിംഗ് ആണ്. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി, നോളജ്, ലവ് ഫോർ മൈ നാഷൻ, ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെ. APJ അബ്ദുൽ കലാമിന്റെ ഒന്നോ രണ്ടോ ഡയലോഗ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒന്നൊന്നര ഡയലോഗാണിത്. എന്താണ്? ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെ, ഒരു യുവ പൗരൻ എന്ന നിലയ്ക്ക്, ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു യുവ പൗരൻ എന്ന നിലയ്ക്ക്, എങ്ങനെയുള്ള യുവ പൗരനാണ്? ആംഡ് വിത്ത് ടെക്നോളജി അല്ലെ, സാങ്കേതിക വിദ്യയെ കുറിച്ചും, നോളജ് അല്ലെ, ടെക്നോളജിയെ കുറിച്ചും സാങ്കേതികപരമായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചും, ആൻഡ് ലവ് ഫോർ നാഷൻ, നമ്മുടെ ദേശീയത അല്ലെ, നാഷനോട് അതിയായ സ്നേഹമൊക്കെ ഉള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. എന്താണ്? ഒരു യുവ പൗരൻ എന്ന നിലയ്ക്ക് ഒരു ചെറിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്. നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഡ്രീംസ് റിയലൈസ്ഡ്, ദ ടോയ്ലറ്റ്, ദ സക്സസ്. ഡ്രീം റിയലൈസ്ഡ് മഹാദേവ് ദേശായ്, ദ ടോയ്ലറ്റ് ദെൻ ജസീന മെലോ, സക്സസ് WHW ലോങ്ഫെല്ലോ. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. 2 പ്രോസും ഒരു പോമുമാണ് ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് ലോഗ് അല്ലെ, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അല്ലെ. ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ് അല്ലെ. ഒരു മോളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ തോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അമ്മ ബേക്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ്. നമ്മുടെ അമ്മമാരെ നമ്മള് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അന്തം വിട്ടൊക്കെ ഇരിക്കുമ്പോ നമ്മളോട് വന്ന് ചോദിക്കാറില്ലേ, എന്താണ് പകൽ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കാറില്ലേ? നീ എന്ത് സ്വപ്ന കാണുന്നത് അല്ലെ, വല്ല പകൽ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. എന്താണ് സ്വപ്നം കണ്ടിരിക്കുകയാണോ എന്നുള്ള ആ ചോദ്യമാണ് ഇത്. അപ്പൊ കുട്ടി പറയുന്ന മറുപടി ഉണ്ട്, ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ് അല്ലെ, എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. ഇവിടുത്തെ ഡ്രീം എന്തായിരിക്കും? ആ കുട്ടിയുടെ ലക്ഷ്യമായിരിക്കും. ആ കുട്ടി ജീവിതത്തിൽ എന്താവണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും, എയിം ഉണ്ടാവും. ആ ഡ്രീമാണ് കേട്ടോ. അപ്പോ എന്റെ ഡ്രീമിനെ കുറിച്ച് ഞാൻ ഡ്രീം കാണുകയാണ്, സ്വപ്നം കാണുകയാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ വേറൊരു കോട്ടുണ്ട്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. മാർക്ക് ട്വൈൻ്റെ ഒരു വേർഡ്സ് ആണ്. സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് അല്ലെ, മുന്നോട്ട് പോകാനുള്ള സീക്രട്ട് അല്ലെ, മുന്നോട്ട് പോകാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? ശ്രമങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? ശ്രമങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് മാർക്ക് ട്വൈൻ പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ, നോക്കാം. We have different dreams and deserve that help us to achieve success and fulfill in life അല്ലെ. നമ്മുടെയൊക്കെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഫുൾഫിൽ ചെയ്യാനും, ലൈഫിൽ എല്ലാ ആഗ്രഹങ്ങളും സക്സസ് ആവാനും അത് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ അതിന് സഹായിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്ത് ഒരു പൊസിഷനിലൊക്കെ എത്താനോ, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനോ, നമ്മുടെ എയിം, ലക്ഷ്യം നേടിയെടുക്കാനോ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ സഹായിക്കാറുണ്ട് അല്ലെ. നോക്കാം. Now take a look at a picture അല്ലെ. ഇവിടെ നമ്മൾ ആ പിക്ചർ കണ്ടിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. What does the mother ask her doctor?
അല്ലെ? ആ മോളോട് അമ്മ എന്താ ചോദിക്കുന്നത്? മദർ ആസ്ക് ഹർ ഡോക്ടർ വാട്ട് ഷീ ഈസ് ഡ്രീമിങ് ഓഫ്. അല്ലെ? എന്ത് സ്വപ്ന കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെ? എന്താണ് സ്വപ്നം കാണുകയാണോ, എന്ത് സ്വപ്ന കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ ഗേൾസ് റിപ്ലൈ? എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി? ദ ഗേൾസ് റിപ്ലൈ ഇസ് ദാറ്റ് ഷീ ഈസ് ഡ്രീമിങ് ഓഫ് എ ഡ്രീംസ്. അല്ലെ? അവളുടെ സ്വപ്നങ്ങളുടെ മുകളിലുള്ള സ്വപ്നം. അല്ലെ? അവളുടെ സ്വപ്നം കാണുകയാണ് അവൾ എന്ന് പറയുന്നത്. അല്ലെ? Then does the girl refer to the dream she had while sleeping? Justify response. Does the girl refer to the dream she had while sleeping? അവൾ ഉറങ്ങിയപ്പോ കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് അവൾ പറയുന്നത്. ആ കുട്ടി ഇപ്പൊ ഉറങ്ങായിരുന്നു അല്ല? അല്ലെ? അവൾ ഉറങ്ങുന്ന വേളയിൽ കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ല, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് കണ്ണു തുറന്ന് സ്വപ്നം കാണുമെന്ന് പറയുന്നത്. അല്ലെ? അതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യാം. നോ, അവൾ ഉറങ്ങിയപ്പോ കണ്ട സ്വപ്നത്തെ കുറിച്ചല്ല പറയുന്നത്. ഷീ ഈസ് എ ഡേ ഡ്രീമിങ്. എന്താണ്? പകൽ സ്വപ്നം കാണുക. ഷീ റെഫേഴ്സ് ടു ദ ഡ്രീംസ് ഷീ ഹാസ് അബൌട്ട് ലൈഫ്. മേ ബി ഷീ ഈസ് ഡ്രീമിങ് ഈസ് അബൌട്ട് ഹെർ. അല്ലെ? അവൾ അവളുടെ സ്വപ്നങ്ങളെ കുറിച്ച്, അവളുടെ ലക്ഷ്യം, അവൾക്കൊരു ആഗ്രഹം ഉണ്ടാവും ലൈഫിൽ എന്താവണം എന്നുള്ളത്. ആ സ്വപ്നത്തെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. Do you have such a dreams? Have you ever thought about your dream career? അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവില്ലേ മക്കളെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ? ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? ഇത് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും. അല്ലെ? പഠിച്ച് അതാവണം, പഠിച്ച് ഇങ്ങനെ ആവണം, പഠിച്ച് അതാവണം. അതുപോലെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾ കുറെ നിങ്ങളുടെ സ്വപ്നങ്ങളായി മാറിയിട്ടുണ്ടാവും. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ പറഞ്ഞൊരു പൊസിഷനിലെത്തണം. ഇങ്ങനെ പല പല സ്വപ്നങ്ങളായിരിക്കും. അല്ലെ? നോക്കാം. യെസ്, ഐ ഹാവ് മൈ ഡ്രീം കരിയർ ഇസ് ടു ബിക്കം എ പൈലറ്റ്. എനിക്കൊരു പൈലറ്റ് ആവണമെന്നാണ്. അത് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? മൈ ഡ്രീം കരിയർ ഇസ് ടു ബിക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹം അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ? ദെൻ now think of your career choices and note them down. Tell the class about your dreams career and how you wish to accomplish it. അല്ലെ? ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊക്കെ നോട്ട് ചെയ്തിട്ട് അതൊന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. മോസ്റ്റ് പീപ്പിൾ ഡ്രീം ഓഫ് എ സേഫ് ആൻഡ് സെക്യൂർ ലൈഫ്. അല്ലെ? ഒരുപാട് ആളുകൾ വളരെ സേഫും സെക്യൂർ ആയിട്ടുള്ളതാണ് കാണുക. അല്ലെ? ചില ആളുകളൊക്കെ പറഞ്ഞിട്ടില്ലേ PSC ഒക്കെ പഠിച്ചൊരു ഗവൺമെന്റ് ജോലി, അത് അവർ സെക്യൂർ ആയിട്ട്, അല്ലെ, സേഫ് ആയിട്ടുള്ള ജോലിയാണ് അവർ കാണുന്നത്. അല്ലെ? എന്നും മന്ത്ലി സാലറി കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു. അങ്ങനെ ലൈഫ് ഒരു എന്താ പറയാ റിസ്ക് ഇല്ലാത്തൊരു ലൈഫാണ്. അധികം പേരും സെറ്റിൽ ആവാനുള്ള ഒരു ലൈഫായിരിക്കും അധികം പേരും സ്വപ്നം കാണുക. അല്ലെ? However, എന്നിരുന്നാലും there are some who dedicate their lives to their service of others. അല്ലെ? എങ്ങനെയാണെങ്കിലും ചില ആളുകളുണ്ട് അവരുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒഴിഞ്ഞ് ജീവിക്കുക, മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലെ? ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആർ ഇൻസിഗ്നിഫിക്കന്റ്. അല്ലെ? ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും അവർക്ക് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. അവരുടെ കാര്യം അവർക്ക് എന്തായിരിക്കും? ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. ക്യാൻ യു നെയിം ദം? അല്ലെ? നമുക്ക് അതിൽ കുറച്ച് ആളുകൾ ഫ്യൂ ഹൂ സ്ട്രോ ഓഫ് ദ കോമൺ കോസ്. അല്ലെ? ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി മുന്നേറിയിട്ട്, അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് മാറ്റിവെച്ച ആളുകളെ കുറിച്ചാണ് നെൽസൺ മണ്ടേല ഇവർ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദേ ഫേമസ് ഫോർ? ഡിസ്കസ്. അല്ലെ? നോക്കാം. കുറച്ച് ആളുകൾ നമുക്ക് നോക്കാം. അല്ലെ? നെൽസൺ മണ്ടേല is famous for protesting against the apartheid, a system of racial discrimination. In South Africa, he served as the first president of South Africa ആയിരുന്നു. He was the first black head of the state elected by democratic election. ബ്ലാക്ക്, ആദ്യത്തെ കറുത്ത വർഗക്കാരനായിട്ടുള്ള പ്രസിഡന്റും അതേപോലെ തന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കളർ വിവേചനത്തിലെ വർണ്ണ വിവേചനത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ്. അല്ലെ? അതൊരു കൂട്ടമായിട്ടുള്ള അദ്ദേഹത്തിന് മാത്രം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആഫ്രിക്കയിൽ. അവർക്ക് വേണ്ടി മൊത്തത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ? Then Mahatma Gandhi, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. The father of our nation is famous for non-violence movement in the freedom struggle of India. അല്ലെ? നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടുള്ള നമ്മുടെ ഫാദർ ആണ്. ഹിസ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. അല്ലെ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അൺഫോൾഡ് ഹിസ് ലൈഫ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ത്രൂ 1921. അല്ലെ? അതിൽ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഫുള്ള് മുതൽ 1922 വരെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം സെർവ് ചെയ്ത ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെ? ഓക്കെ, നോക്കാം. നെക്സ്റ്റ് വൺ, മദർ തെരേസ. അല്ലെ? The Nobel Prize winner for the peace from India was
beacon of hope for the poor, sick and destitute. She is the founder of the Missionaries of Charity. She was born in Albania. She became nun and moved to Ireland and later to India. അല്ലെ, ഒരു സിസ്റ്റർ ആയിട്ടൊക്കെ പ്രവർത്തിച്ചു. ഇന്ത്യയിലാണ് വന്ന് പിന്നീട് സ്ഥിരതാമസമാക്കിയത്. അൽബേനിയയിലാണ് ജനിച്ചതെന്നെങ്കിലും പാവപ്പെട്ടവരുടെ അല്ലെ, ആരും തൊടാൻ പോലും മടിച്ചിരുന്ന കുഷ്ഠരോഗികളെ സ്വന്തം കൈകൾ കൊണ്ട് റോട്ടിലൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ രോഗികളെ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സ്വന്തമായിട്ട് അല്ലെ, മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല ചെയ്തത് അല്ലെ. അത് അത്രത്തോളം സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു അല്ലെ. അപ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുടെ മേഖലയിൽ ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ. അപ്പൊ നമ്മളൊരു 3 വ്യക്തികളെ കേട്ടു അല്ലെ. സ്വപ്നങ്ങൾ അവരുടേത് മാത്രമല്ല അല്ലെ. ഇത്രയും പറഞ്ഞ ആളുകൾക്കൊന്നും സ്വപ്നം അവരുടേത് മാത്രമാണോ? അല്ല. അവരെ സ്വപ്നം കണ്ടത് ആർക്കാണ്? മൊത്തത്തിലാണ്. അവരുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളാണ് അവർ കണ്ടത് അല്ലെ. നോക്കാം. ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിങ് ഇൻഡിപെൻഡൻസ് ഫോർ അവർ മദർലാൻഡ് അല്ലെ. ഗാന്ധിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിച്ച വ്യക്തിയാണ്. ഹിസ് പേർഡ് നോ എഫേർട്ട് ഫോർ ദിസ് അല്ലെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും അതിനു വേണ്ടി മാറ്റിവെച്ചതാണ്. ഹിയർ ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ഗാന്ധിജി ടൂർ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് വിച്ച് ഹി എക്സ്പ്ലെയിൻ ഹിസ് ഐഡിയ ഓഫ് ഫ്രീ ഇന്ത്യ അല്ലെ. ഇവിടെ അദ്ദേഹം ഇംഗ്ലണ്ടിലോട്ട് പോയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെയാണ്, അദ്ദേഹം കാണുന്ന ഇന്ത്യയെ കുറിച്ച്, സ്വപ്നം കാണുന്ന ഇന്ത്യയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലെ. ഡ്രീം റിയലൈസ്ഡ് അല്ലെ, മഹാദേവ് ദേശായിയുടെ. നോക്കാം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു എന്നാണ് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ നിർവഹിച്ചു പോയ അല്ലെങ്കിൽ സഫലമായ സ്വപ്നം എന്നൊരർത്ഥം. ഓക്കെ, മഹാദേവ് ദേശായി അല്ലെ, അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ന നിലക്കാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. During his visit to England, Gandhiji attended many meetings that were organized to honor him. അല്ലെ, അപ്പൊ ഇത് മഹാദേവ് ദേശായിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ പാട്ട് മാത്രമാണ്. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പല രീതിക്കുള്ള ഹോണറും ബഹുമതിക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നോൺ വയലൻസിലൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടും സിമ്പതിയും ഒക്കെ ഉണ്ടായിട്ടൊക്കെയാണ് ക്ഷണിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ഇംഗ്ലണ്ട് വിസിറ്റ് നടത്തുകയാണ് അല്ലെ. എങ്ങനെ നടത്തുന്നത്? ഡ്യൂറിംഗ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ഗാന്ധിജി അറ്റൻഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വെർ ഓർഗനൈസ്ഡ് ടു ഹോണർ ഹിം അല്ലെ. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലോട്ടുള്ള വിസിറ്റിംഗിന്റെ ഇടയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്യും, മീറ്റിങ്ങുകൾ. എങ്ങനെ അദ്ദേഹത്തിന് ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള പല മീറ്റിങ്ങുകളും അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ. Students of France organized a reception for the spiritual ambassador of India അല്ലെ. അത് ഇതിന്റെ ഇടയിൽ സ്റ്റുഡൻസ് ഓഫ് ദ ഫ്രാൻസിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു റിസപ്ഷൻ അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയിട്ട്? സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗാന്ധിജിയെ. ആത്മീയതയുടെ പ്രതിനിധി എന്നൊക്കെ പറയാം അല്ലെ. ഇന്ത്യയിലെ ആത്മീയതയുടെ പ്രതിനിധി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലോട്ടാണ്, അല്ലെങ്കിൽ ആത്മീയതയുടെ സ്ഥാനാപതി ദൂതൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. They welcomed him as one bringing light to the exploitation blinded West അല്ലെ. അവരെങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത്? എങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്തിട്ടുള്ളത്? ബ്രിങ്ങിങ് ലൈറ്റ് ആണ് അല്ലെ, ഒരു പ്രകാശ വെളിച്ചം കൊടുക്കുകയാണ്. ആർക്ക്? എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ് അല്ലെ. എന്താ പറയാ, ചൂഷണത്താൽ അന്ധത ബാധിച്ച വെസ്റ്റ് ഭാഗത്തെ ആളുകൾക്ക് ഒരു ബ്രിങ്ങിങ് ലൈറ്റ് ആയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ആക്ടിങ് ആസ് എ ഹീലിംഗ് പാം ടു ദ വാർ വിയറി യൂറോപ്പിലെ വാർ വിയറി എന്ന യുദ്ധം കാരണം അങ്ങേയറ്റം തളർന്നു പോയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. യുദ്ധം കാരണം അങ്ങേയറ്റം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഹീലിംഗ് ബാം, ഒരു സുഖപ്പെടുത്തുന്ന ഒരു ബാമ് പോലെ, ഒരു ലേബ് അല്ലെ, നമ്മള് ബാം ഉണ്ടാവില്ലേ, നമ്മള് വിക്സ് ഒക്കെ പോലത്തെ ബാം. അപ്പൊ എന്താ, ഒരു സുഖപ്പെടുത്തുന്ന ഒരു ബാമ് പോലെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എങ്ങനെയായിരുന്നു? എക്സ്പ്ലോയിറ്റേഷൻ വെസ്റ്റ് ബ്ലൈൻഡ് അല്ലെ, ചൂഷണത്താൽ അന്ധതയിൽ അകപ്പെട്ടു പോയ വെസ്റ്റിലെ ആളുകൾക്കും ഒരു ബ്രിങ്ങിങ് ലൈറ്റ് പോലെയും, അതുപോലെ വാർ വിയറി യൂറോപ്പിലെ ആളുകൾക്ക് ഒരു ഹീലിംഗ് പാമ് പോലെയുമാണ് അദ്ദേഹത്തെ അവർ വെൽക്കം ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ.
In his reply, Gandhiji addressed them as friends and fellow students. അല്ലെ, അദ്ദേഹം എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്തത്? കൂട്ടുകാരെ, എന്റെ സഹപാഠികളെ എന്നാണ്. ഓക്കെ, since I visited France as a student, see the exhibition at Paris in 1890. I have learned something of the tradition of your country and of the teaching of Rousseau and Victor Hugo. നോക്കാം, അദ്ദേഹത്തിന്റെ അവിടെ ഉള്ള ഒരു പ്രസംഗത്തിന്റെ ഇടയിലെ ചെറിയൊരു സ്പീച്ചിന്റെ ഒരു പാർട്ടാണിത്. അദ്ദേഹം പറയുകയാണ്, ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഒരു എക്സിബിഷന് ഞാൻ 1890-കളിൽ 1890-കളിൽ ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഫ്രാൻസിൽ ഞാൻ എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഐ ഹാവ് ലേൺ സംതിങ് ഓഫ് ദ ട്രഡീഷൻ യുവർ കൺട്രി. അല്ലെ, നിങ്ങളുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച്, ട്രഡീഷൻസ് എന്താ, ആ രാജ്യത്തിന്റെ പാരമ്പര്യം അല്ലെ, നിങ്ങളുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ആൻഡ് ഓഫ് ദ ടീച്ചിങ് ഓഫ് റൂസോ, വിക്ടർ ഹൂഗോയും റൂസോയെ പോലുള്ള വലിയ വലിയ ആളുകളുടെ ടീച്ചിങ്ങിനെ കുറിച്ചും അല്ലെ, അവരുടെയൊക്കെ പഠിപ്പിക്കലിനെ കുറിച്ച് എന്നൊക്കെ പറയാം അല്ലെ. വലിയ വലിയ അങ്ങനത്തെ പണ്ഡിതരൊക്കെയാണ് അല്ലെ, വലിയ വലിയ റൈറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ ടീച്ചിങ്ങിനെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, നൗ ഓൺ മൈ എൻറ്ററിങ് അപ്പോൺ മൈ മിഷൻ, മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ, ഇറ്റ് ഹേർട്ടൻ മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു. അല്ലെ, നൗ ഇപ്പോൾ ഞാൻ എന്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്? എന്റെ ഏറ്റവും വലിയ ദൗത്യത്തിലോട്ട്, ഇന്ത്യയിലുള്ള എന്റെ ഏറ്റവും വലിയ ദൗത്യത്തിലോട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദൗത്യമാണ് അല്ലെ, വളരെ ബുദ്ധിമുട്ടേറിയ ദൗത്യത്തിലോട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. ആ ടൈമിൽ നിങ്ങളുടെ ഈ ഒരു വെൽക്കം എനിക്ക് വളരെ ഹൃദയത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു സ്നേഹം അല്ലെ, ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്, ഹൃദയസ്പർശമായി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, he expounded the message of non-violence to the youth. അല്ലെ, അത് എന്ത് ചെയ്യാണ്? സ്പ്രെഡ് ചെയ്യാണ്, അല്ലെ, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ, അദ്ദേഹം അവതരിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനെ കുറിച്ച്? നോൺ വയലൻസ് ടു ദ യൂത്ത്. അല്ലെ, അദ്ദേഹത്തിന്റെ മെയിൻ കാര്യമാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? അഹിംസ അല്ലെ, വയലൻസ് ഇല്ലാത്തത് അല്ലെ. ഓക്കെ, അഹിംസയിലൂന്നിയ ജീവിതമായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് നോൺ വയലൻസ്, അക്രമരഹിത്യം അല്ലെങ്കിൽ അഹിംസ എന്നൊക്കെ പറയുന്നത്? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. He explained that non-violence was no weapon of the weak but of the strongest. എന്താണ് പറയുന്നത്? നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഇപ്പൊ സമാധാനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ആളുകൾ വിചാരിക്കും അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് അവര് ഇങ്ങനെ സമാധാനം സ്വീകരിക്കാതെ തിരിച്ചടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ധാരണ വേണ്ട എന്നുള്ളതാണ് ആ പറയുന്നത്. ഓക്കെ, നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക്. അത് വീക്കായിട്ട് കഴിവില്ലാത്ത ആളുകളുടെ ആയുധമല്ല, ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ആയുധമാണ്, അല്ലാതെ കഴിവില്ലാത്തവരുടെ ആയുധമല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ ദ സ്ട്രെങ്ത് ഓഫ് ദ മസിൽ. അല്ലെ, എന്താണ് സ്ട്രെങ്ത് ഓഫ് ദ Okay, that strength was not mere the strength of the muscle. അല്ലെ, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളുടേതാണ്. സ്ട്രോങ്ങസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും മസിലുകളുടെ സ്ട്രെങ്ത് മാത്രമല്ല സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ടു എ നോൺ വയലന്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അക്രമരഹിതനായിട്ടുള്ള അല്ലെങ്കിൽ നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അഹിംസയിൽ ഊന്നിയ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയെന്ന് വെച്ചാൽ, സ്ട്രെങ്ത് ഓഫ് മസിൽ ഇസ് നോട്ട് നെസസറി. അദ്ദേഹത്തിന് മസിലിന്റെ സ്ട്രെങ്ത്തിന്റെ ആവശ്യമില്ല, അതൊരു നെസസറി അല്ല, അതൊരു അത്യാവശ്യമല്ല മസിൽസിന്റെ സ്ട്രെങ്ത്. ബട്ട് എ സ്ട്രോങ് ഹേർട്ട് ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ഹേർട്ട് അദ്ദേഹത്തിന് നിർബന്ധമാണ് അല്ലെ. നോൺ വയലന്റ് മാനിന് ഒരിക്കലും മസിൽസിന്റെ സ്ട്രെങ്ത്തിന്റെ ആവശ്യമില്ല, മറിച്ച് അദ്ദേഹത്തിന് എന്താവശ്യമുണ്ട്? എ സ്ട്രോങ് ഹേർട്ട് ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി ആണ് എന്നാണ് പറയുന്നത്. നോക്കാം. Then to kill and to be killed in fighting an enemy are act of bravery. അല്ലെ, കൊല്ലപ്പെടുക അല്ലെ, ശത്രുവായിട്ടുള്ള എനിമിയുമായിട്ടുള്ള പോരാട്ടത്തിൽ, ഫൈറ്റിൽ കൊല്ലപ്പെടുക എന്നുള്ള പ്രവൃത്തി ഒരു ധൈര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ബ്രേവറി എന്നെന്താണ്? ധീരതയുടെ ഒരു ഇതായിട്ടാണ് ആളുകൾ കാണുന്നത്. ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ adversaries and not to retaliate is a greater form of bravery. എന്താണ് പറയുന്നത്?
അദ്ദേഹം ഇവിടെ പറയുന്നത് മരിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്, എനിമീസിന്റെ മുമ്പിൽ കൊല്ലുകയും മരിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ധൈര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്താണ്, ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് മീൻസ് എന്താണ്, എനിമീസ് തന്നെയാ കേട്ടോ. ശത്രുക്കളുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ട്, അവരുടെ മുമ്പിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കുക. ആൻഡ് നോട്ട് ടു റിറ്റാലിയേറ്റ് ഈസ് എ ഗ്രേറ്റർ ഫോം ഓഫ് ദ ബ്രേവറി, അല്ലെ. എന്താണ്, തിരിച്ചടിക്കാതെ ഇരിക്കുക എന്നുള്ളതും രണ്ടുമാണ് എന്ത്, ഗ്രേറ്റർ ബ്രേവറി എന്ന് പറയുന്നത്. യഥാർത്ഥ ശക്തമായിട്ടുള്ള ഗ്രേറ്റ് ധീരത എന്ന് പറയുന്നത് എന്താണ്, ശത്രുക്കളുടെ മുമ്പിൽ, നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ, അല്ലെങ്കിൽ വെടിയുണ്ടകൾ ഉയർത്തുന്ന, അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾക്കെതിരെ പോരാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിവർന്നു നിൽക്കുക എന്നുള്ളതാണ്. കൂടാതെ എന്താണ്, അവർക്കെതിരെ റിയാക്ട് ചെയ്യാതിരിക്കുക, അവർക്കെതിരെ എതിർക്കാതിരിക്കുക എന്നുള്ളതും, അല്ലെ, ശത്രുക്കളെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതുമാണ് യഥാർത്ഥ ധീരത എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അഹിംസ എന്ന് പറയുന്നത്, അല്ലെ. Then that is precisely what India has been training herself for, അല്ലെ. അതാണ് ഞാൻ യഥാർത്ഥത്തിൽ, അത് തന്നെയാണ് ഞാൻ എൻ്റെ ഇന്ത്യക്കാരെയും എൻ്റെ ഇന്ത്യയും ഞാൻ അതിന് തന്നെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ അഹിംസയ്ക്ക് വേണ്ടിയിട്ട്, നോൺ വയലൻസ്, അല്ലെ. അദ്ദേഹം തീർത്തും നോൺ വയലൻസിന്റെ ആളാണ്, അല്ലെ. ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു രീതിയല്ലേ. ഒരു ലാത്തി ചാർജൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒരു വിരല് പോലും ഒരാൾ പോലും ഉയർത്തരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തീർത്തുമുള്ള പല കാര്യങ്ങളിലും, പല അഹിംസ സത്യാഗ്രഹത്തിലൊക്കെ അദ്ദേഹത്തിന്റെ നിർബന്ധങ്ങളായിരുന്നു അതൊക്കെ കേട്ടോ. തീർത്തും നോൺ വയലൻസ്, അല്ലെ. വയലൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയും അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ലായിരുന്നു. ഓക്കെ, ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിന്റെ മറ്റൊരു സ്പീച്ചിൽ ഹി ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹം മറ്റൊരു സ്പീച്ചിൽ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ വയലൻസിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും, എന്താണ്, നോൺ വയലൻസിനെ കുറിച്ചും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെ. ആ അഹിംസയിലൂന്നിയ ജീവിതവും ആ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഒരു ബന്ധം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം എന്താണ്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, അല്ലെ. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഉള്ളിൽ ഒരുപാട് ഫാക്റ്റുകൾ, കാര്യങ്ങളും ഫിഗേഴ്സ്, അല്ലെ. നമ്മൾ ഫിഗേഴ്സ് മീൻസ് ആ ഷേപ്പുകൾ തന്നെ ഉദ്ദേശിച്ചിട്ട്, അല്ലെ. ഒരുപാട് ഫിഗേഴ്സുകളും ഒരുപാട് ഫാക്റ്റുകളൊക്കെ പഠിച്ച് തലയിൽ നിറച്ചു വെക്കുന്നതോ, നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്, അല്ലെ. എന്താണ്, ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ട് എക്സാം പാസ്സാവുന്നതോ, ഒരുപാട് ഫാക്റ്റുകളും സംഭവങ്ങളും ഫിഗേഴ്സുകളും, അല്ലെ, രൂപങ്ങളൊക്കെ നിറച്ച് തലയിൽ നിറച്ചു വെക്കുന്നതോ അല്ല വിദ്യാഭ്യാസം. ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ, അല്ലെ. ഡെവലപ്പ് പറഞ്ഞ എന്താണ്, ഇങ്ങനെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, അല്ലെ. ക്യാരക്ടർ, ഒരു സ്വഭാവ രൂപീകരണം എന്നാണ് കറക്റ്റ് മലയാളം പറയാം, അല്ലെ. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം, അല്ലെ, ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്, അല്ലെ. ആ സ്വഭാവത്തിന്റെ വളർച്ച, സ്വഭാവത്തിൽ വരുന്ന ഡെവലപ്മെന്റ് ആണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ എഡ്യൂക്കേഷൻ. അല്ലാതെ കുറെ ബുക്സ് വായിച്ചിട്ട് എക്സാം പാസ്സാവുന്നതോ, അല്ലാതെ കുറെ സംഖ്യകളും ഗുണങ്ങളും ഒക്കെ പഠിച്ച് തലയിൽ വെക്കുന്നതോ അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ്, ഒരൊറ്റ വേർഡാണ് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ആ വേർഡ് പഠിച്ചേ പറ്റൂ, ഡെവലപ്പിംഗ് ക്യാരക്ടേഴ്സ്. എന്താണ്, ഡെവലപ്പിംഗ് ക്യാരക്ടർ ആണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ. സ്വഭാവ രൂപീകരണം. ക്ലിയർ? ദെൻ I can say that if you explore the possibilities of non-violence, I can say that if you explore the possibilities of non-violence, എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ നോൺ വയലൻസിന്റെ പോസിബിലിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ, അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, you will find that without character it will prove a profitable study. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത്, ക്യാരക്ടർ ഡെവലപ്മെന്റ്, അല്ലെ, സ്വഭാവ രൂപീകരണം. സ്വഭാവം ഇല്ലാതെ അത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ സ്റ്റഡി ആയിട്ട് തോന്നും. എന്താണ് പ്രോഫിറ്റ്ലെസ് പറഞ്ഞാൽ, ലാഭമില്ലാത്തൊരു വിദ്യാഭ്യാസം പോലെ, പ്രത്യേകിച്ച് മെച്ചൊന്നും ഇല്ലാത്തൊരു വിദ്യാഭ്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് അതിന്റെ പോസിബിലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് പറയുന്നത്.
In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. അല്ലെ, നമ്മൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്, കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും ഇന്റലക്ച്വൽ സിമ്പതി, അല്ലെ, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ബുദ്ധിയുടെ ഇന്റലക്ച്വൽ ബുദ്ധിയാണ് എന്താ, മാനസികരമായിട്ടുള്ളയും ശരീരത്തിന്റെ ഒക്കെ നിങ്ങളുടെ എല്ലാവരും മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സ്നേഹവും സിമ്പതിയുമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും, ഫുൾ ലോകത്തിന്റെ ഭാഗത്തുനിന്നും എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്പീച്ചിലെ ഒരു ഡയലോഗാണത് കേട്ടോ. Scores of letters came to Gandhiji daily from all parts of the Britain and continent. എന്തിനാണ്? വെൽക്കമിങ് ഹിം ആൻഡ് എക്സ്പ്രസിംഗ് സിമ്പതി ഫോർ ഹിസ് മിഷൻ. അല്ലെ, ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ നിന്നും, പല കോണ്ടിനെന്റിൽ നിന്നും, അല്ലെ, പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും, ബ്രിട്ടന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗാന്ധിജിക്ക് ഒരുപാട് സ്കോർസ് ഓഫ് ലെറ്റേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞിട്ട്? വെൽക്കമിങ്, അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടും, ആൻഡ് എക്സ്പ്രസിംഗ് സിമ്പതി ഫോർ ഹിസ് മിഷൻ. അല്ലെ, അദ്ദേഹത്തിന്റെ ആ മിഷനോട് സിമ്പതി കാണിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ടും ബ്രിട്ടനിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിറയെ ലെറ്ററുകളാണ് അദ്ദേഹത്തിന്റെ ദിവസവും വന്നുകൊണ്ടിരുന്നത്. Okay, old friends who knew him years ago as a young student turned up to see him, and all English friends, including civil servants, made a point of renewing the friendship. നോക്കാം, ഓൾഡ് അദ്ദേഹത്തിന്റെ പഴയ ഫ്രണ്ട്സ്, അദ്ദേഹം ഒരു യങ് സ്റ്റുഡന്റ് ആയ ടൈമിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ടേൺഡ് അപ്പ് ടു സീ ഹിം, അദ്ദേഹത്തെ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഹിം ആൻഡ് ഓൾ, എല്ലാവരും അതിന് പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ഇംഗ്ലീഷ് ഫ്രണ്ട്സും അതിലുള്ള സിവിൽ സർവൻസ് ഉണ്ട്. മെയ്ഡ് എ പോയിന്റ് ടു റിന്യൂയിങ് ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരും അദ്ദേഹമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വീണ്ടും പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. Even celebrities who had heard about him were eager to meet him in a person. അല്ലെ, ആ സമയത്തുള്ള സെലിബ്രിറ്റീസ് ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അഹിംസയിലൂന്നിയ ജീവിതവും അദ്ദേഹത്തിന്റെ ഐഡിയകളെ കുറിച്ചൊക്കെ അവർ കേൾക്കുമ്പോൾ, അവർക്ക് എല്ലാവർക്കും ഗാന്ധിജിയെ കാണാൻ വേണ്ടി പല ആളുകളും ഈഗർ ടു വിസിറ്റ്, കാരണം അങ്ങേയറ്റം വളരെ ത്വരയായിരുന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ. പെർഹാപ്സ് few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him. അല്ലെ, അത് ചില ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? മിസ്റ്റർ ചാർലി ചാപ്ലിൻ വുഡ് ലൈക്ക് ടു സീ ഹിം, അദ്ദേഹത്തെ ചാർലി ചാപ്ലിൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഹി ഇന്നസെന്റ്ലി ആസ്ക്ഡ് ഹു ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സൺ വാസ്. അദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയിട്ട് എന്ത് ചോദിച്ചു? ആരാണ് ആ വ്യക്തി? അല്ലെ, ആരാണ് ആ വ്യക്തി, ആ സമുന്നനായിട്ടുള്ള ആ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, but as soon as he was told that Mr. Chaplin came from the people and lived for the people എന്നാണ്. ഓക്കെ, അധികം വൈകാതെ തന്നെ അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം ജനങ്ങളിൽ നിന്ന് വന്ന ഒരാളാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. and that he had made a millions of, അദ്ദേഹം ഒരുപാട് ആളുകൾക്ക്, അല്ലെ, മില്യൻസ് ഓഫ് ആളുകളുടെ ചിരിക്ക് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മില്യൻസ് ഓഫ് ആളുകളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അവരിൽ നിന്നും വന്ന് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ he agreed to meet him. എന്ത് ചെയ്തു? അദ്ദേഹം ചാർലി ചാപ്ലിനെ കാണാൻ സമ്മതിച്ചു. നോക്കാം. Chaplin had eventually heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against missionary. Chaplin had eventually heard of Gandhiji's spinning wheel. Chaplin കേട്ടിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ സ്പിന്നിങ് വീൽ, ചർക്ക, അതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചാപ്ലിൻ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഗാന്ധിജിയെ കണ്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി എന്തുകൊണ്ടാണ് മിഷനറിയുടെ മെഷീൻ സിസ്റ്റത്തിനൊക്കെ എതിരായത്? അല്ലെ, ചർക്കയിൽ മെഷീനിലൊക്കെ അടിച്ചു വരുന്ന ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കിയല്ലോ. എന്തുകൊണ്ടാണ് ഈ മെഷീനോട് ഗാന്ധിജി എതിർത്ത് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനോട് എതിർപ്പ് കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. The question delighted ഗാന്ധിജി. അല്ലെ, ആ ക്വസ്റ്റ്യൻ ഗാന്ധിജി അത്യാവശ്യം ഒന്ന് സന്തോഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ഉഷാറാക്കി. Who explained to him in detail, അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. Why the 6 months unemployment of the whole present population of India made it important for him to restore them. അല്ലെ, 6 months അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞ ജോലി ഇല്ലാതെ
കർഷകരുണ്ടായിരുന്നു അല്ലെ. പെസൻസ് പോപ്പുലേഷൻ പറഞ്ഞാല് 6 മാസത്തോളം ജോലി ഇല്ലാതെ ജീവിച്ച കർഷകരെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എന്തായിരുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആയിരുന്നു അല്ലെ. ഇപ്പൊ മിഷണറികളൊക്കെ ഇതോട് കൂടിയിട്ടാണ് ഇങ്ങനെ നെയ്ത്ത് ചെയ്ത് ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നവർക്കൊക്കെ എന്തായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ആ കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലെ, ആ കർഷകരുടെ അൺഎംപ്ലോയ്മെന്റ്, അവരുടെ ആ ജോലി ഇല്ലാത്ത അവസ്ഥയെ അല്ലെ, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയായിരുന്നു. അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കാര്യം, അദ്ദേഹം ഏറ്റെടുത്ത ഒരു കാര്യം, അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഓക്കെ, ഗാന്ധിജി സെഡ് ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ്, ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നാഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. എന്താണ് പറഞ്ഞത്, എല്ലാ രാജ്യവും ഭക്ഷണവും വസ്ത്രവും ആ ഒരു കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത വേണമെന്നാണ് പറയുന്നത്. വേറെ ഒന്നിന് വന്നില്ലെങ്കിലും സ്വന്തം രാജ്യത്തില് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഡ്രസ്സിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സിന് വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത്. ആ ഒരു കാര്യത്തിൽ ഒരു എന്തുണ്ടാവണം, സെൽഫ് കണ്ടെയ്ൻമെന്റ് ഉണ്ടാവണം, ഒരു സ്വയം പര്യാപ്തത ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വി വർ സെൽഫ് കണ്ടെയ്ൻഡ്, ഞങ്ങൾ എന്താണ്, സ്വയം പര്യാപ്തരായിരുന്നു. ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കും, അങ്ങനെ തന്നെ പോവുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഗാന്ധിജി ക്ലോത്ത് ഇങ്ങനെ സ്പിന്നിങ് മില്ലിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ആ കർഷകരുടെ അൺഎംപ്ലോയ്മെന്റ് ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തത് കൊണ്ടാണ്. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. അതുപോലെ തന്നെ ഒരുപാട് ലെറ്റർ വരുന്ന പോലെ തന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് വുമൺ ഓർഗനൈസേഷൻ, വുമൺ സംഘടനകളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഗാന്ധിജി അവരെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ഈ അഡ്രസ്സിന് അദ്ദേഹം എന്ത് ചെയ്തു, അഭിസംബോധന ചെയ്തു ഒരിക്കൽ ഏത് ഓർഗനൈസേഷൻ, വുമൻസ് ഇന്ത്യ കൗൺസിൽ ഇൻ മോളി കോളേജ് ഹാൾ അല്ലെ, അവിടെ വെച്ചിട്ട് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്യാണ്, അഡ്രസ് ചെയ്യാണ്. At this meeting, ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഗാന്ധിജി took the opportunity to correcting various notions about the women of India അല്ലെ. സ്ത്രീകളെ കുറിച്ച്, ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് ചെയ്യാണ് അല്ലെ. അദ്ദേഹം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവസരമാക്കി എടുത്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയൊക്കെ അവരെ കുറിച്ചുള്ള പല ധാരണകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഒരു സ്പീച്ചിലൂടെ. ഓക്കെ, നോക്കാം. He presented a vivid picture of the heroic part of they played during the freedom struggle അല്ലെ. ഫ്രീഡം സ്ട്രഗിളിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടല്ലോ, അതില് അവര് ഒരു ഹീറോയിക് പാർട്ട്, ഒരു വിശാലമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അവരുടെ വിശാലമായിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അവര് ഹീറോയിക് പാർട്ടി, ഹീറോ എന്ന് പറഞ്ഞാൽ എന്താ, നായകൻ അല്ലെ, മെയിൻ ക്യാരക്ടർ എന്ന് പറയില്ലേ. അപ്പൊ ഹീറോ പോലെ അവര് നായികമാരെ പോലെ അവര് ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ഒരു വിവിഡ് പിക്ചറാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിലുള്ള കുറച്ച് വേർഡ്സ് ആണ്. നോ ഹിൻഡ്രൻസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിംഗ് പബ്ലിക് ലൈഫ് അല്ലെ. അവർക്കൊരു തടസ്സങ്ങളും ഇല്ലായിരുന്നു. ഹിൻഡ്രൻസ് മീൻസ് തടസ്സങ്ങൾ. ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിംഗ് പബ്ലിക് ലൈഫ് അല്ലെ. അവരുടെ ആ പബ്ലിക് ലൈഫിലോട്ട് ഇറങ്ങി പോകുന്നതിന് അവരുടെ ആ മുമ്പില്, അവരുടെ ആ വഴിയില് അവർക്ക് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. For several years, when our organization were declared illegal and those in charge of them put into prison, it was the woman who came to the forefront and filled the jails. എന്താണ് പറഞ്ഞത്? For several years, ഒരുപാട് വർഷങ്ങൾക്ക് when our organization were declared, നമ്മളെ പല സംഘടനകളും ഇല്ലീഗലാണ്, നിയമപരമല്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയും പല ചാർജുകൾ അവർക്കെതിരെ ചെയ്യുകയും അവരെ ജയിലിലിടുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ആ ടൈമിൽ ഇറ്റ് വാസ് എ വുമൺ ഹു കെയിം ടു ദ ഫോർ ഫ്രണ്ട്. ആ സമയത്ത് ഏറ്റവും മുമ്പിലോട്ട് ഇറങ്ങിയത് ആരായിരുന്നു? ഏറ്റവും മുന്നിൽ നിന്നത് ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. ജയിലുകൾ അവരെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത്. അവരുടെ ധൈര്യം കാരണം അവരായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ജയിലുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, he then went on to describe how they came out of their homes in one mass.
he then went on, അദ്ദേഹം എന്ത് ചെയ്യാണ്, വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ, എന്താണ്, ടു ഡിസ്ക്രൈബ് ഹൗ ദേ കെയിം ഔട്ട് ഓഫ് ദെയർ ഹോംസ് ഇൻ മാസ് അല്ലെ, അവരെങ്ങനെയാണ് ഒരു കൂട്ടമായിട്ട് അല്ലെ, മാസ് പറയുമ്പോ എന്താണ്, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെ, അവരെങ്ങനെയാണ് വീട്ടിൽ നിന്നും അവരുടെ ഹോമുകളിൽ നിന്നും ഒരു കൂട്ടമായി പുറത്തോട്ട് ഇറങ്ങിയത്. ആൻഡ് ഷോവഡ് ആൻ അവേക്കണിംഗ് വിച്ച് വാസ് മിറാക്കുലസ് അല്ലെ, അവർ വളരെ അത്ഭുതകരമായിട്ടാണ് അവരുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ, അവരുടെ ആ ഉണർച്ചയും ആ പുറത്തോട്ട് എല്ലാവരോടും കൂടെ ഒന്നിച്ചുള്ള ഒരു ഒന്നിച്ച് കൂട്ടമായിട്ടുള്ള അവരുടെ വീടുകളിൽ നിന്നുള്ള പുറത്തിറങ്ങല് വളരെ മിറാക്കുലസ് ആണ്, വളരെ അത്ഭുതകരമായിട്ടുള്ളത് ഒന്നാണെന്നാണ് പറയുന്നത്. ദേ ടുക്ക് പാർട്ട് ഇൻ പൊസിഷൻസ് അല്ലെ, അവരുടേതായിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. പറഞ്ഞ എന്താണ്, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഡിഫൈൻ ദ ലോ, അവരെന്ത് ചെയ്തു, നിയമങ്ങൾക്കെതിരെ നിയമങ്ങളെ അവർ എതിർത്തു നിന്നു. ആൻഡ് ബോർ ദ ലാത്തി ബ്ലോസ് അല്ലെ, എന്താണ്, ലാത്തി വീശുമല്ലോ അല്ലെ, അതിനെതിരെ അവരെന്ത് ചെയ്തു, പൊരുതി നിന്നു അല്ലെ, അതിനു മുമ്പിൽ അവര് തല ഉയർത്തി നിന്നു. വിതൗട്ട് റൈസിങ് എ ലിറ്റിൽ ഫിഗേഴ്സ്, അപ്പോഴും എന്തില്ല, ഒരു ചെറിയ വിരൽ പോലും ഉയർത്താതെ ലാത്തിക്ക് മുമ്പിൽ അവരിങ്ങനെ തല ഉയർത്തി ഉറച്ചു നിന്നു കേട്ടോ, ലാത്തി അടിക്ക് മുമ്പിൽ. ഓക്കെ, It was not learned women like സരോജിനി നായിഡു. സരോജിനി നായിഡു പോലെയുള്ള വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളല്ലായിരുന്നു അതൊന്നും. ബട്ട് ഹൺഡ്രഡ്സ് ഓഫ് അൺലെറ്റേർഡ് വുമൻസ് ഹു ഹാഡ് ബോൺ ലാത്തി ബ്ലോസ് ടു ദ ഹെഡ് അല്ലെ, ഒരുപാട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളായിരുന്നു ലാത്തി ചാർജുകൾക്ക് മുമ്പിൽ അല്ലെ, ലാത്തി അടികൾക്ക് മുമ്പിൽ അവരുടെ തല പൊട്ടിയിട്ടുള്ള ലാത്തി ചാർജുകൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ലാത്തി അടി കൊണ്ട് അവരുടെ തലകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലീഡിങ് പ്രൊഫസ്ലി വിത്ത് സ്റ്റാൻഡിങ് ആൻഡ് ഫ്ലെക്സിങ് അല്ലെ, ബ്ലീഡിങ് ഇങ്ങനെ നന്നായിട്ട് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആ ഒരു വേളയിലും എന്താണ്, ആ സമയത്തും അവരെന്ത് ചെയ്തു, സ്റ്റാൻഡിങ് അൺഫ്ലിച്ചിങ്ലി, എന്താണ്, വളരെ അഞ്ചലമായിട്ട് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് ദൃഢമായിട്ട് അവർ നിന്നു എന്നുള്ളതാണ്, പിന്നോട്ട് പോവാതെ അല്ലെ. ലാത്തി ചാർജ് കൊണ്ട് ഹെഡ് എന്നൊക്കെ ചോരയൊക്കെ ഒലിച്ചു പോകുന്ന ആ ഒരു വേളയിലും അവരിങ്ങനെ അചഞ്ചലമായിട്ട് നിന്നു, പറയാം, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നു, ഒന്ന് പിൻവാങ്ങാതെ എന്ന്. ഓക്കെ, ആൻഡ് ഓർഡറിങ് ദർ കമ്പാനിയൻസ് ടു മൂവ്, എന്നിട്ട് അവർ എന്ത് പറഞ്ഞു, അവരുടെ കമ്പാനിയൻസിനോട് എന്ത് ഓർഡർ ചെയ്തു, ബാക്കിലോട്ട് മൂവ് ചെയ്യരുത് അല്ലെ, അവിടെ നിന്ന് കൊള്ളുക അല്ലെ, അതാണ് നോൺ വയലൻസ് അല്ലെ. ലാത്തി ചാർജുകളും ചോര വന്ന് നെറ്റി പൊട്ടിയാലും പിൻവാങ്ങുകയില്ല, അവരുടെ ഒരു വിരൽ പോലും അവർക്ക് നേരെ ഉയർത്തുകയുമില്ല. അതായിരുന്നു നോൺ വയലൻസ്. അത്രത്തോളം സാക്രിഫൈസും അത്രത്തോളം റോള് വുമൻസ് സ്ട്രഗിളിങ്ങിൽ അല്ലെ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതും അൺലെറ്റേർഡ് ആയിട്ടില്ല അല്ലെ, ഒരുപാട് വിദ്യാഭ്യാസമായിട്ടില്ല. അവരുടെ ഒന്നും പേരുകൾ ഇപ്പോഴും ഹിസ്റ്ററിയിലില്ല. ഓക്കെ, അപ്പൊ അന്ന് അങ്ങനെയുള്ള ഒരുപാട് പേര് അവരുടെ വീടുകളിൽ നിന്നും കൂട്ടമായി പുറത്തിറങ്ങി സ്ത്രീകൾക്ക് ഇതിനെതിരെ പൊരുതിയിട്ടുണ്ട്. ഓക്കെ, About Indian independence, Gandhiji made his point of view clear at many meetings. അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ അദ്ദേഹം പല മീറ്റിങ്ങുകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കാനല്ല. ഓക്കെ, സ്വാതന്ത്ര്യം യാചിച്ച് നേടാൻ വേണ്ടിയിട്ടോ സ്വതന്ത്രത്തിന് വേണ്ടി യാചിക്കാനോ അല്ല. But I have come as a result of last year's suffering. എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞങ്ങൾ സഫർ ചെയ്ത ഞങ്ങളുടെ സഹനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സഹനത്തിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സഹനത്തിന്റെ റിസൾട്ടിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ സ്വതന്ത്രം യാചിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ. അവരും നേടിയെടുത്താണ്, അവരുടെ സഹനത്തിന്റെ റിസൾട്ട് തന്നെയാണ് എന്ത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ അവര് നമുക്ക് ഇട്ടുതരുന്ന ഭിക്ഷയൊന്നും അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവരുടെ സഹനത്തിന്റെ ഒരു റിസൾട്ട് തന്നെ, അവരുടെ സഫറിങ്ങിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. There is no such a thing as a gift of independence from one nation to another. അല്ലെ, ഒരിക്കലും ഒരു നാഷന്റെ ഗിഫ്റ്റ് അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന സമ്മാനമല്ല ഒരിക്കലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഐ ആം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷാൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ് until at last no Britisher will want to remain India as a ruler. അല്ലെ, ഞാനൊരു കാര്യം തീർത്തും പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഇതുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഈ സെൽഫ് സാക്രിഫൈസ്, ഞങ്ങളുടെ ഈ
സ്വയം സാക്രിഫൈസ് ചെയ്യുക അല്ലെ, സ്വയം ത്യാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതുവരെ? ഒരു ബ്രിട്ടീഷുകാരനും ഒരു റൂളർക്കും ഇന്ത്യ ഭരിക്കണ്ട എന്ന് തോന്നുന്നത് വരെ, ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നുന്നു ഒരു ബ്രിട്ടീഷുകാരനോ ഒരു റൂളർക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നുന്നത് വരെ ഞങ്ങൾ സെൽഫ് സാക്രിഫൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ക്ലിയർ? അറ്റ് ദ ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റി ഓഫ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അല്ലെ, വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടല്ലോ ഗാന്ധിജി പങ്കെടുത്ത്. അപ്പൊ അടുത്ത ഫെഡറൽ സ്ട്രക്ചർ ഓഫ് കമ്മിറ്റി ഓഫ് റൗണ്ട് ടേബിളിന്റെ ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റിയിൽ ആ ഒരു മീറ്റിംഗിൽ ഗാന്ധിജി സ്പോക്ക് അബൌട്ട് ഹിസ് ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ്. അദ്ദേഹത്തിന്റെ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കണ്ട സ്വപ്നത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ I do not want that freedom in order that I may exploit any other race upon earth or any single individual. എന്താണ്? ഒരു വ്യക്തിയെ പോലോ അല്ലെങ്കിൽ ഒരു വർഗത്തെയോ എക്സ്പ്ലോർ ചെയ്യാം അല്ലെ, ചൂഷണം ചെയ്യാനുള്ള ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യമാണ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് ഗാന്ധിജി പറയാറുണ്ടായിരുന്നു അല്ലെ. അത് അദ്ദേഹം ആ പറഞ്ഞു തന്നെയാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പ്രത്യേക വർഗത്തെയോ അല്ലെങ്കിൽ ആളുകളെയോ ഒരു പ്രത്യേക വ്യക്തിയെയോ ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു ഫ്രീഡം അല്ല എനിക്ക് വേണ്ടത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആ ഒരു ഫ്രീഡം അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഫ്രീഡം അദ്ദേഹത്തിന് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, this Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence. അല്ലെ, എന്താണ് ഗാന്ധിജി മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കൂടെ മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ കൂടെ ഗാന്ധിജി അവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് എന്തിനു മുന്നോട്ട് പോയി? ബ്രിട്ടീഷ് റൂളേഴ്സിനെതിരെ അവരെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നിയമപരമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, വിച്ച് ഇൻ ഹിസ് വേർഡ്സ് വാസ് ഹെർ ബർത്ത് റൈറ്റ് അല്ലെ, വാസ് ഹെർ ബർത്ത് റൈറ്റ് അല്ലെ. ഹെർ ഇവിടെ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യയുടെ ജനന ദിവസത്തിന് വേണ്ടിയിട്ട് എന്ന ഉദ്ദേശം എന്താ? അതിന്റെ സ്വാതന്ത്ര്യ ദിവസം അല്ലെ. അതിനു വേണ്ടിയിട്ട് ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഹിസ് ഇനിമേറ്റബിൾ മെത്തേഡ് ഓഫ് അൺവേവറിംഗ് നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ അല്ലെ. അദ്ദേഹത്തിന്റെ നോൺ വയലൻസും നോൺ കോപ്പറേഷൻ എന്നിങ്ങനെയുള്ള മൊമെന്റ്സിലൂടെ, ഇങ്ങനെയുള്ള ഇളകാതെ, മനസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകാതെ ചഞ്ചലമാകാതെ ഉള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു മെത്തേഡിലൂടെ അദ്ദേഹം നമ്മുടെ ആ സ്വപ്നം അത് നേടിയെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോൺ വയലൻസും കോപ്പറേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫ് ആക്ടിവിസം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലൂടെ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഡ്രീം, ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡ്രീം മറ്റു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ സ്വപ്നം സഫലമാക്കി. ഓക്കെ, ഡ്രീം റിയലൈസ്ഡ്. ക്ലിയർ? Excerpt from the Nations of Voice, the collections of Gandhiji's speeches and Mahadev Desai account of Mahatma Gandhi journey to England. അല്ലെ, ഇതെന്താണ്? അദ്ദേഹത്തിന്റെ നാഷൻസ് ഓഫ് വോയിസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇത്. ഓക്കെ, അത് എന്ത്? ഗാന്ധിജിയുടെ സ്പീച്ചാണ് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആരായിരുന്നു? മഹാദേവ് ദേശായി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അല്ലെ. നോക്കാം, എബൌട്ട് ദ ഓഥർ അല്ലെ. ഓഥറെ കുറിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ അറിയേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ പഠിച്ച പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഓഥറെ കുറിച്ചും പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ദെൻ Mahadev Hari Bhai Desai, born in 1 January 1892, was an Indian independence activist. പ്രവർത്തകരായിരുന്നു, സ്കോളർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. ബെസ്റ്റ് റിമെമ്പേർഡ് ആസ് മഹാത്മാഗാന്ധി പേഴ്സണൽ സെക്രട്ടറി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് എഴുതിയേ പറ്റൂ. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് എന്തിന്റെ പേരിലാണ്? അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് എന്തിന്റെ പേരിലാണ്? ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഓക്കെ, ഹി ഹാസ് വേരിയസ്ലി ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഗാന്ധിസ് ബോസ്വെൽ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പ്ലാറ്റോ ടു ഗാന്ധി സോക്രാറ്റിക്സ് അല്ലെ.
സോക്രാറ്റിക്സിന് പ്ലാറ്റോയെ പോലെ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അനന്ത ടു ഗാന്ധിസ് ബുദ്ധ, അല്ലെ, ബുദ്ധക്ക് അനന്ത പോലെ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല പേരിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അത്രയും പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഗാന്ധിജി. അതുകൊണ്ടാണ് ഇങ്ങനെ പല പേരിലും അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നത്. ഓക്കെ, മഹാദേവ് ദേശായി വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ ഓഫ് അറ്റ് ഈസ് വിത്ത് ഗുജറാത്തി, ബംഗാളി, ഇംഗ്ലീഷ്. അതെ, അദ്ദേഹം എഴുതുന്ന ഭാഷകളാണിത്. ഓക്കെ, അദ്ദേഹത്തിന് ഗുജറാത്തി, ബംഗാളി, ഇംഗ്ലീഷ് ഈ 3 ഭാഷയിലും ഉഗ്രനായിട്ട് എഴുതാൻ സാധിക്കുമായിരുന്നു. ഹിസ് ഹൈലി റിഗാർഡഡ് ആസ് എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ ഇൻ ഗുജറാത്തി, അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗാന്ധിജിയുടെ പല റൈറ്റുകളും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഗുജറാത്തിലോട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു. മെയിൻ ആയിട്ട് അദ്ദേഹം റിഗാർഡഡ് ആസ് എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ ഇൻ ഗുജറാത്ത്, അല്ലെ. Then about the author, കുറച്ചും കൂടെ അദ്ദേഹത്തെ കുറിച്ച് അറിയാം. He wrote several biographies such as Aditya Sadhunand and Sat Francis, the Vallabhai and B. Kudai Khidmatgar, which was the biography of Gan Abdul Ghaffar Gan and his brother. He was also a regular contributor to Gandhi's publications Young India. ഇവിടെയൊക്കെ മതി കേട്ടോ. ബാക്കി അദ്ദേഹത്തിന്റെ മെയിൻ വർക്കുകളെ കുറിച്ചൊന്നും ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുള്ളതും അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്ന വേർഡ്സും, അതുപോലെ കോൺട്രിബ്യൂട്ടർ ടു ഗാന്ധിസ് പബ്ലിക്കേഷൻ യങ് ഇന്ത്യയുടെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. അതുപോലെ നവജീവൻ, ദ ഹരിജൻ ബന്ധു, ഇതൊക്കെ ഗാന്ധിജിയുടെ മെയിൻ ആയിട്ടുള്ളതായിരുന്നു. അതിലൊക്കെ അദ്ദേഹം മെയിൻ ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആയിരുന്നു. ഹി ഡൈഡ് ഓൺ 15 August 1942 and he was posthumously awarded the സാഹിത്യ അക്കാദമി അവാർഡ്, അല്ലെ. അദ്ദേഹത്തിന് മരണാന്തരമായിട്ട് എന്ത് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു? സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാം, ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ക്ലാസ് കേൾക്കുക, മീനിങ് ഒക്കെ അറിഞ്ഞ് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ ഒരു ഈസിയാണ്. ചാപ്റ്റർ വളരെ ഈസിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും 2-3 തവണയെങ്കിലും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.